ഇപ്പോൾ ഇന്ന് നമ്മൾ വാലിഡ് ആനഗ്രാം എന്നുള്ള പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിക്കാം. ഗിവൺ ടു സ്ട്രിങ്സ് എസ് ആൻഡ് ടി റിട്ടേൺ ട്രൂ ഇഫ് ടു സ്ട്രിങ്സ് ആർ അനഗ്രാംസ് ഓഫ് ഈച്ച് അതർ അതർവൈസ് റിട്ടേൺ ഫാൾസ്. അതായത് രണ്ട് സ്ട്രിങ് വന്നിട്ടുണ്ടാവും, അത് അനഗ്രാമാണ്, അതായത് ആ രണ്ട് സ്ട്രിങ്സും അനഗ്രാമാണോ നോക്കുക. അനഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെയറിനെ നമ്മൾ പറയാം. ഒരു പെയർ ഓഫ് സ്ട്രിങ്സിനെ നമ്മൾ അനഗ്രാം എന്ന് പറയും. അപ്പോൾ അതൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻ അനഗ്രാം ഈസ് എ സ്ട്രിങ് ദാറ്റ് കണ്ടെയ്ൻസ് ദ എക്സാക്ട് സെയിം ക്യാരക്ടേഴ്സ് ആസ് ദ അനദർ സ്ട്രിങ് ബട്ട് ദ ഓർഡർ ഓഫ് ദ ക്യാരക്ടേഴ്സ് ക്യാൻ ബി ഡിഫറെൻറ്റ്. അതായത് ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള പോലെ ഇവിടെ റേസ് കാർ, കാർ റേസ്. ഈ റേസ് കാറിൻ്റെ ഈ ഒരു സംഭവം കാറ് ഇത് ഇങ്ങോട്ട് ഇട്ടപ്പോഴാണ് എന്തായത് കാർ റേസ് ആയത്. സംഭവം നമ്മൾ ലെറ്റേഴ്സ് കൊണ്ട് മാറ്റി, പക്ഷേ കറക്റ്റ് ഒരേ ലെറ്റേഴ്സ്. ഇതിലത്തെ ആറ് ഇതിലുണ്ട്, ഇതിലത്തെ എ ഇതിലുണ്ട്, സി ഇതിലുണ്ട്, ഇ ഇതിലുണ്ട്, സി ഉണ്ട്, എല്ലാം ഇതുണ്ട്. അതായത് ഇത് ഓരോ ലെറ്റേഴ്സായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൽ നിന്ന്. അങ്ങനെയാണ് നമുക്കിത് മൊത്തം ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് ഈക്വൽ നമ്പർ ഓഫ്, ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആവും. കാരണം ഇപ്പോൾ കാർ റേസ് തിരിച്ചിട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെ ആക്കിയാലും അതിപ്പോൾ റിവേഴ്സ് ഓർഡറിൽ എഴുതി വിചാരിച്ചു, അപ്പോഴും അത് അനഗ്രാമാണ്. എങ്ങനെ എഴുതിയാലും അനഗ്രാമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീനിങ് ഉണ്ടാവണമെന്നൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു വേർഡ് അത് അതിൻ്റെ ഓർഡറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ വേറൊരു വേർഡാക്കിയിട്ട് എഴുതുക. അതിൻ്റെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഈക്വൽ ആവണം. അതേപോലെ തന്നെ മറ്റ് ഫസ്റ്റത്തെ ഈ സ്ട്രിങ്ങിലുള്ള ലെറ്റേഴ്സ് രണ്ടാമത്തെ സ്ട്രിങ്ങിലും ഉണ്ടാവണം ഒരേ ഫ്രീക്വൻസിയിൽ. ഈ രണ്ട് സ്ട്രിങ്സ് അനഗ്രാം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ട്രൂ എന്ന് പറയും. അനഗ്രാം അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറയും. അതാണ് നമ്മളെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് സോർട്ടിങ്. അതായത് ഇപ്പോൾ നമ്മൾ എന്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ റേസ് കാറും കാർ റേസും അനഗ്രാം ആണെങ്കിൽ അത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് വന്ന് കൊടുക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് സോർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. എ സി സി ഇ ആർ ആർ വരും. അതുപോലെ തന്നെ ഈ സ്ട്രിങ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ എ സി സി ഇ ആർ ആർ വരും. അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവണത്? ഇതിലുള്ള ലെറ്റേഴ്സൊക്കെ അസെൻഡിങ് ഓർഡറിൽ കിടക്കും. അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഈ രണ്ട് സ്ട്രിങ് ഈക്വലായി. അപ്പോൾ നമുക്ക് സിമ്പിളായി ഇത് ചെക്ക് ചെയ്താൽ മതി. ഇത് രണ്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. രണ്ട് ഈക്വൽ ആണെങ്കിൽ അനഗ്രാമാണ്, ഈക്വൽ അല്ലെങ്കിൽ അനഗ്രാമല്ല. അതേപോലെ തന്നെ ഇതിപ്പോൾ അനഗ്രാം അല്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ജാർ ഈ ഒരു എക്സാമ്പിൾ എടുക്കുക വിചാരിച്ചു. എ ജെ ആർ വരും, ഇവിടെ എ ജെ എം വരും. അപ്പോൾ ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് അനഗ്രാം അല്ല എന്ന് പറയാം. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഫസ്റ്റത്തെ മെത്തേഡ്. ജസ്റ്റ് സോർട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ഈക്വാലിറ്റി നോക്കുക, അതിനനുസരിച്ച് എഴുതുക. ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കോഡ് പോലെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരിക. അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടി പറഞ്ഞാൽ എല്ലാ പ്രോബ്ലത്തിലും ഇത് കോമണാണ്. കാരണം ലെങ്ത്ത് സെയിം അല്ലേ നമുക്ക് ഓബ്വിയസ്ലി പറയാം അത് അനഗ്രാം അല്ല. അപ്പോൾ ലെങ്ത്ത് സെയിം അല്ല എന്ന് വിചാരിച്ചോ. ഇപ്പോൾ റേസ് കാറും കാർ റേസും ഇവിടെ കളഞ്ഞ് അത് 6 ആയി. പിന്നെ ഇത് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതെന്തായാലും അനഗ്രാം ആവില്ല, കാരണം ഇത് രണ്ടിലും ഈക്വൽ നമ്പേഴ്സ് ഇല്ല. അപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റും അനഗ്രാം ആണോ ഇല്ലെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. അപ്പം നമുക്ക് എല്ലാത്തിലും ഫസ്റ്റ് ഈ ഒരു ചെക്ക് നടത്തണം. ലെങ്ത്തും ഈ ഒരു രണ്ട് സ്ട്രിങ് തന്നിട്ടുള്ളതിൻ്റെ ഈ രണ്ട് സ്ട്രിങ്ങും ഈക്വൽ ആണോ അല്ലേ എന്നുള്ളത്, അതായത് ഇതിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആണോ അല്ലേ നമ്മൾ ചെക്ക് ചെയ്യണം. ലെങ്ത്ത് ഈക്വൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അത് അനഗ്രാം അല്ല. അപ്പോൾ നമുക്കപ്പോൾ തന്നെ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യാം. ലെങ്ത്ത് ഈക്വൽ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞാൽ സോർട്ട് ചെയ്യും. ഈ രണ്ട് സ്ട്രിങ് സോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യും. ഇത് ചെക്ക് ചെയ്തിട്ട് ശരിയാണ്, ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഈക്വൽ അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അതാണ് ഇവിടെ ഈ ഒരു കണ്ടീഷൻ. ഇനി ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ O ഓഫ് n ലോഗ് n പ്ലസ് m ലോഗ് m. ഈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എസിൻ്റെ ഇതായിട്ട് എടുക്കാം, എസിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുക. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയുടെ ലെങ്ത് ആയിട്ട് എടുക്കുക. ഫസ്റ്റത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എസ്, രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ടി. അപ്പം അങ്ങനെ ഈ രണ്ട് സ്ട്രിങ്ങിൻ്റെയും അത് സോർട്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം കോംപ്ലക്സിറ്റി ഉണ്ടല്ലോ, അതാണ് ഈ സംഭവം. എന്നിട്ട് പിന്നെ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവണ സംഭവം, അതാണ് ഈ n log n. ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ ഓഫ് n 1 ആവും, കാരണം നമ്മൾ എക്സ്ട്രാ സ്പേസ് ഒന്നും യൂസ് ചെയ്യണില്ല. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ് മാപ്പ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അതായത് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ സോർട്ട് ചെയ്യണതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ പറയാം. അതായത് ഈ രണ്ട് സ്ട്രിങ് ഇപ്പോൾ
എസ്സും ടിയും എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ട്രിങ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറും റേസും അങ്ങനത്തെ രണ്ട് സ്ട്രിങ്ങാണ് വിചാരിച്ചു. അപ്പോൾ കാർ റേസ് ഈ രണ്ട് സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്താൽ മതി, അല്ല കാറല്ല കെയറും റേസും. ഇതിപ്പോൾ കാറും റേസും ആണെങ്കിൽ ലെങ്ത് ഈക്വൽ അല്ല, അപ്പം എന്തായാലും അത് അനഗ്രാം അല്ല. പക്ഷെ കെയറും റേസും എന്താണ്, ഒരു അനഗ്രാമാണ്. കെയറും റേസും നമ്മളിത് RACE എന്ന് പറഞ്ഞിട്ട് റേസിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഒരു അനഗ്രാമാന്ന് പറയാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഷ് മാപ്പ് ഉണ്ടാക്കുക. ഹാഷ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് വിചാരിച്ചോ, ഇപ്പോൾ ഇവിടെയും നമ്മൾ ട്രാവേഴ്സ് ചെയ്യാം. അതായത് ഇവിടുന്ന് നമുക്ക് ട്രാവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് കാണിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താ സംഭവം നടക്കണമെന്നുള്ളത്. അപ്പോൾ ആദ്യം സി നമ്മൾ ഹാഷ് മാപ്പിൽ ഉണ്ടോ നോക്കും, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സി ആഡ് ചെയ്യും. സിയും എന്നിട്ട് അതിൻ്റെ കീ വാല്യൂ പെയറായിട്ട് ഹാഷ് മാപ്പിൽ കൊടുക്കുക. സി ആണ് ഇതിൻ്റെ കീ. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്ത് ചെയ്യും, ഒരു 1 ആഡ് ചെയ്ത് കൊടുക്കും, ഒരു 1 ഇതിന് എക്സ്ട്രാ കൊടുക്കും. പിന്നെ ഇത് ഇങ്ങോട്ട് പോവും എ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഹാഷ് മാപ്പിലില്ല. അപ്പോൾ നമ്മൾ എ ആഡ് ചെയ്യും. എ ആഡ് ചെയ്ത് 1. പിന്നെ ആറ് ആഡ് ചെയ്യും. ആറ് ആഡ് ചെയ്ത് 1. പിന്നെ ആഡ് ചെയ്ത് 1. അതേപോലെ തന്നെ ഇവിടെ ഇത് നമ്മൾ ഒരേ സമയത്താട്ടോ ഇത് ട്രാവേഴ്സ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. നമുക്കിപ്പോൾ ആദ്യം ഇത് നോക്കി പിന്നെ ഇത് നോക്കി അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 പോയിൻറ്റേഴ്സ് ഇവിടെയും ഒരു പോയിൻ്റർ വെക്കുക, ഇവിടെയും ഒരു പോയിൻ്റർ വെക്കുക, എന്നിട്ട് 2 പോയിൻ്റർ ഒരേ സമയത്ത് മൂവ് ചെയ്യുക. ശരിക്കും അങ്ങനെ നമ്മൾ ചെയ്യാൻ പോണത്. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ ഇവിടെ 6 നോക്കുമ്പോൾ എന്താണ്, 6 ഇല്ല. അപ്പോൾ 6 നമ്മൾ ആഡ് ചെയ്ത് അതിൻ്റെ ഒരു 1 കൊടുത്ത്, പിന്നെ എ നമ്മൾ ആഡ് ചെയ്ത് അതിനൊരു 1 കൊടുത്ത്, സി ആഡ് ചെയ്ത് സിക്ക് ഒരു 1 കൊടുത്ത്, ഇ ആഡ് ചെയ്ത് ഇക്ക് ഒരു 1 കൊടുത്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ ഈ ഒരു 2 ഇതും നമ്മൾ ഈക്വൽ ആണോ നോക്കും. അതായത് ഈ 2 ഹാഷ് മാപ്സും ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണോ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും. വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു വിചാരിച്ചു, ഒരു ഇവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടേക്ക് പോവും. ഇവിടേക്ക് പോവും. അതായത് ഇതിൽ രണ്ടാമത്തെ വാല്യൂ അപ്പിയർ ചെയ്ത് ഇതിൻ്റെ വാല്യൂ ഈ ഒരു എന്ന് പറഞ്ഞ കീ എന്ത് ചെയ്ത് 2 പ്രാവശ്യം അപ്പിയർ ചെയ്ത് എന്നിട്ട് ഇത് കാണിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മളിത് രണ്ടും കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ 2 ഹാഷ് മാപ്സ് തമ്മിൽ കമ്പയർ ചെയ്യും. ഈ ഒരു ഹാഷ് മാപ്പ് തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് ഇത് 2 ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓക്കെ ഇതൊരു അനഗ്രാമാണെന്ന് പറയാം. ഇത് ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് അനഗ്രാം അല്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ സി ഇവിടെ 6 ഇവിടെ ഇവിടെ ഇത് അങ്ങനെ കാണുന്നത്. പക്ഷേ ഇവർ ഹാഷ് മാപ്പുകൾ കമ്പയർ ചെയ്യുമ്പോൾ കീയും വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യാം. അതായത് കീകൾ എടുക്കും. ഇതിലത്തെ കീ അല്ലേ, ഇതിലത്തെ എന്നുള്ള കീ എടുക്കും, എന്നിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യും. അല്ലാണ്ട് ഇതിലത്തെ നേരെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ സിയും 6 തമ്മിലല്ല കമ്പയർ ചെയ്യുക, സിയും തമ്മിൽ കമ്പയർ ചെയ്യും. C1 അതുപോലെ സിയിൽ 1 അങ്ങനെ ആ 2 കീ വാല്യൂസ് തമ്മിലാവും കമ്പയർ ചെയ്യുക. അല്ലാണ്ട് ഡയറക്റ്റ് കമ്പാരിസൺ നടക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഹാഷ് മാപ്പിൻ്റെ കമ്പാരിസൺ വരുന്നത്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് വാലിഡ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോഡ് വരുന്നത്. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതിൻ്റെ ലെങ്ത് ഈക്വൽ ആണോ അല്ലെന്ന് നോക്കും. ലെങ്ത് ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും പറയാതെ അനഗ്രാം അല്ല. അപ്പോൾ അത് നമ്മൾ റിട്ടേൺ ഫാൾസ് റിട്ടേൺ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗണ്ട് എസ്സും കൗണ്ട് ടി, അത് ടി ആട്ടാ, കൗണ്ട് എസ്സും കൗണ്ട് ടി എന്നുള്ള 2 എന്ത് ചെയ്യും, 2 ഡിക്ഷണറീസ്. ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ പൈത്തണിൽ ഡിക്ഷണറി, അല്ലാണ്ട് പറയുകയാണെങ്കിൽ ഹാഷ് മാപ്പ് നമ്മൾ എന്ത് ചെയ്യും, ഡിഫൈൻ ചെയ്യും. ഈ 2 ഹാഷ് മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യും. കൗണ്ടസും കൗണ്ട് ടിയും നേരത്തെ പറഞ്ഞ പോലെ 2 പെട്ടി അല്ല 2 കണ്ടെയ്നേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഈ ഹാഷ് മാപ്പിൽ എന്താ ഉണ്ടാവുക, കീ വാല്യൂസ് ഉണ്ടാവുക, കീ ഉണ്ടാവും വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ കീനെ അസൈൻ ചെയ്ത് ഓരോ കീനെ നമ്മൾ എന്ത് കൊടുക്കും, ഓരോ വാല്യൂ കൊടുക്കും. എന്നിട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യും. ഫോർ i = 0 to ലെങ്ത്ത്, ഈ ഒരു ഇതിൻ്റെ ലെങ്ത്ത് വരെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യും. അതായത് ഓരോ ഇത് നോക്കണമല്ലോ. ഇപ്പോൾ ലെങ്ത്ത് ഓഫ് എസ് അല്ലെങ്കിൽ ടി നമുക്ക് കൊടുക്കുക, കാരണം 2 രണ്ടും ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ രണ്ടും വേറെ ട്രാവേഴ്സ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരുമിച്ച് ട്രാവേഴ്സ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ കൗണ്ട് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിലത്തെ ഫസ്റ്റത്തെ കീ വാല്യൂ അതായത് ഒരു ഇത് കൊടുക്കണ പറഞ്ഞാൽ കീ വാല്യൂ ആയിട്ടാണ് കൊടുക്കേണ്ടവ. ഇതിൻ്റെ കീ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ അനുസൃതമായിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കീ ആയിട്ട് നമ്മളെന്ത് സെറ്റ് ചെയ്യും, ഈ ഒരു S(i) സെറ്റ് ചെയ്യും. S(i) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കെയർ ആണെങ്കിൽ ഇതിലത്തെ S(i) എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ ഫസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ i എന്ന് പറഞ്ഞാൽ C ഇങ്ങോട്ട് വരും, C പുറത്തേക്ക് വരും. എന്നിട്ട് C നമ്മൾ എന്ത് സെറ്റ് ചെയ്യും, C =
വൺ പ്ലസ് ഇതിൻ്റെ കൗണ്ട് ഓഫ് എസ്, അതായത് ഇതിന് മുന്നേ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കും. മുന്നേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കെയർ ഇ, രണ്ട് ഇ ഉണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ ഇ എടുക്കുമ്പോൾ അത് ഇ ആഡ് ചെയ്യും. രണ്ടാമത്തെ ഇ വരുമ്പോൾ എന്ത് ചെയ്യും, പ്രീവിയസ്ലി നമ്മളൊരു ഇ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ നമ്പറും ഇതും കൂടി പ്ലസ് ചെയ്യും. അതിപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈ റൺ കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഡ്രൈ റൺ നോക്കാം. ഒരു ഡ്രൈ റൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കെയർ നമുക്ക് ഒന്ന് മാത്രം നോക്കാം. രണ്ടും ഉണ്ട്, നമുക്ക് രണ്ടും വേണമെങ്കിൽ അതേ സമയത്ത് ഇതാക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ തന്നെ മറ്റതും മനസ്സിലാവും. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, i ഈക്വൽ ടു i 0 1 2 3 4. ഓക്കെ, അപ്പോൾ i 4 വരെ പോവും. അപ്പോൾ നമുക്ക് ആദ്യം 0ലാണ് നിൽക്കണം i. അപ്പോൾ 0 ഫസ്റ്റ് c എന്ത് ചെയ്യും, സി എന്ന് പറയുമ്പോൾ എസ്, ഇത് എസ് ആട്ടോ, അത് എസ് ആണ്. അപ്പോൾ എസ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ ith എലമെൻറ്റ് ഈ ഒരു സി ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അപ്പോൾ സി, എന്നിട്ട് അതിൻ്റെ വാല്യൂ എന്താണ്, ഇത് കീ ആണ്, കീ വാല്യൂ ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കീ ആണ്, സി എന്നുള്ള ക്യാരക്ടറാണ് കീ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താവും, 1 പ്ലസ് പിന്നെ കൗണ്ട് ഓഫ് എക്സിലെ ഈ ഒരു സി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ വാല്യൂ. നമ്മൾ ക്യാരക്ടറുടെ വാല്യൂ നോക്കുമ്പോൾ ക്യാരക്ടറുടെ വാല്യൂ ഇല്ല, അപ്പോൾ നമ്മളത് എടുക്കില്ല. അപ്പോൾ 1, കാരണം അത് 1 + 0 അപ്പോൾ വരിക. കൗണ്ട് ഓഫ് എസ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ലൂപ്പ് ഇപ്പോൾ 0ലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കൗണ്ട് ഓഫ് ഐ ഈക്വൽ 1 പ്ലസ് എന്ന് പറയുമ്പോൾ അപ്പോൾ 0ലാണ് കിടക്കേണ്ടത്. അപ്പോൾ 0. ഓക്കെ, കൗണ്ട് എസ് ഓഫ് ഐ ഇത് സീലാവും. അപ്പോൾ സീൻ്റെ ഈ ഒരു വാല്യൂ എന്താക്കിയിട്ട് സെറ്റ് ചെയ്യുക, അതായത് സീൻ്റെ ഈ ഒരു വാല്യൂ 1 പ്ലസ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുക, 1 പ്ലസ് കൗണ്ട് ഓഫ് എസ് ഓഫ് ഐ. അതായത് ഇതിൽ 0 ആവും വരിക, അപ്പോൾ 1 + 0 1 ആവും വരിക. അത് കഴിഞ്ഞിട്ട് ഇത് എന്താണ് പറയുക, ഫോർ ലൂപ്പ് ഒന്നുകൂടി പ്ലസ് ചെയ്യും, i പ്ലസ് ചെയ്യും, അപ്പോൾ 1 ആവും. അപ്പോൾ 1 ആകുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരും. അടുത്തത് ഇതിനെടുക്കും, അടുത്തത് എനെടുക്കും. അപ്പോൾ ഇവിടെ എ ആവും. അപ്പോൾ കൗണ്ട് എസ് ഓഫ് ഐ എ ആവും. കൗണ്ട് എസ് ഓഫ് എ എന്ന് വരും. കൗണ്ട് എസ് ഓഫ് എ, അതായത് എ എന്നുള്ള കീയിൽ എന്ത് കൊടുക്കണം, 1 പ്ലസ് ഇതിന് മുന്നേ ഇതിൽ വാല്യൂ ഉണ്ടായിരുന്നോ, ഇല്ല. അപ്പോൾ 1 + 0 1 തന്നെ വരിക. അതുപോലെ തന്നെ ഇവിടെയും വരും. ഇത് ഇപ്പോൾ 1 ആകുമ്പോഴും 2 ആകുമ്പോഴും 3 ആകുമ്പോഴും ഇങ്ങനെ തന്നെ ആവും. 3 നമുക്ക് നോക്കാം. അപ്പോൾ 2 ആകുമ്പോൾ ഇങ്ങനെ വരും. 2 ആകുമ്പോൾ 6ന് വാല്യൂ 1 വരും. അത് കഴിഞ്ഞ് 3 ആകുമ്പോൾ എന്ത് ചെയ്യും, 3 ആകുമ്പോൾ 1 2 3 ആകുമ്പോൾ എന്ത് ചെയ്യും, 3 ആകുമ്പോൾ ഇവിടെ ഇ വരും, അപ്പോൾ ഇവിടെ ഇ ആവും. കൗണ്ട് ഓഫ് എസ് ഓഫ് ഐ അപ്പോൾ എസ് ഓഫ് ഇ ഈക്വൽ ടു 1 പ്ലസ് കൗണ്ട് ഓഫ് എസ് ഓഫ് ഇ എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇ എടുക്കും, അതായത് കീ ആണ് നമ്മളെ ഇ. ഇതിൻ്റെ വാല്യൂ കാണണം. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് കൗണ്ട് ഓഫ് എസ് ഓഫ് ഐ എന്താണ്, ഇപ്പോൾ ഇ ആണ്. ഇപ്പോൾ ഇക്ക് മുമ്പ് എന്ത് വാല്യൂ ഉണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ 1 കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ട്രാവേഴ്സ് ചെയ്തിട്ട് അടുത്ത ഇതിലേക്കെത്തും, അടുത്ത ഇയിൽക്കെത്തുമ്പോൾ എന്താണ്, പിന്നെയും ഇവിടെ ഇ ആണ്, പിന്നെ ഇവിടെ ഇ ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ, കൗണ്ട് ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഒരു കീയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് കൗണ്ട് ഓഫ് ഇ വരും. മുന്നേ ഇക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടായിരുന്നു, യെസ് ഉണ്ടായിരുന്നു, 1 ഉണ്ടായിരുന്നു. അപ്പോൾ 1 + 1 എന്ത് ചെയ്യും, ഇവിടെ 2 ആവും. എന്നിട്ട് ഇതേപോലെ തന്നെ ഇതിലും ചെയ്യൂട്ടാ. ഇതേപോലെ തന്നെ ഇവിടെ റേസ് ആണെന്ന് വിചാരിച്ചോ. റേസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സെയിം സാധനം കിട്ടും. സെയിം ഓർഡറിലല്ല കിട്ടുക, പക്ഷേ സെയിം ഐറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇത് ഈക്വൽ ആകുമ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യും, വാലിഡ് അനഗ്രാം ആയിട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി ഇതിന് ടൈം കോംപ്ലക്സിറ്റി നോക്കുകയാണെങ്കിൽ ഇതിന് ടൈം കോംപ്ലക്സിറ്റി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. ആ ഫോർ ലൂപ്പിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എസിൻ്റെ അല്ലെങ്കിൽ എമ്മിൻ്റെ ഏതെങ്കിലും ലെങ്ത്ത് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ലെങ്ത് ഓഫ് എസ് ഓർ എൽ. നമ്മളിവിടെ എസ് എടുക്കണത്. അപ്പോൾ എസിൻ്റെ ലെങ്ത്ത്, ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാവേഴ്സ് ചെയ്യണത്. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി നോക്കുകയാണെങ്കിൽ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O1 ആവും. നമ്മളിവിടെ ഒരു ഹാഷ് മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ മാക്സിമം നോക്കിക്കഴിഞ്ഞാലും
26 കീയേ നമുക്ക് വരുള്ളൂ. കാരണം 26 എന്താ ഉണ്ടാവുള്ളൂ, 26 ലെറ്റേഴ്സ് ആൽഫബറ്റിൽ ഉണ്ടാവുള്ളൂ. ആ 26 ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നാവും, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ, കാരണം അത്ര ലെറ്റേഴ്സിലേ ഉള്ളൂ. അപ്പം എങ്ങനെ ഏത് നമ്മൾ ഇപ്പോൾ ഒരു വലിയൊരു സ്ട്രിങ് വന്നു കഴിഞ്ഞാലും നമുക്ക് ആകെ വാല്യൂസ് കുറേ ഉണ്ടാവും, പക്ഷെ കീ എപ്പോഴും നമുക്ക് 26 ഉണ്ടാവുള്ളൂ. കാരണം എത്രയോ വലിയ സ്ട്രിങ് ആണെങ്കിലും അതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഈ 26 എണ്ണത്തിലത്തെ ഏതെങ്കിലും ഒരു ലെറ്റർ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 26 ആവും അതിൻ്റെ കീ സൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓഫ് എൻ എന്ന് പറയാം, അതായത് കോൺസ്റ്റൻറ്റ് ടൈം സ്പേസ് ആണ് ഉള്ളത്, അല്ല സ്പേസ് കോംപ്ലക്സിറ്റി ഉള്ളത് എന്ന് നമുക്ക് പറയാം. അടുത്തത് ഇപ്പോൾ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റിൽ നിന്ന് വരുന്ന ഒരു മെത്തഡാണ് ഫ്രീക്വൻസി അറേ യൂസ് ചെയ്തിട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ 26 ലെറ്റേഴ്സ് വരുന്നുള്ളൂ. ഇപ്പോൾ 26 ലെറ്റേഴ്സ് വരും നമുക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇതേപോലെ ഒരു ഫ്രീക്വൻസി അറേ ഉണ്ടാക്കിയാൽ മതി. അതായത് ഇതിൻ്റെ ഐഡിയ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാം, അതേപോലെ ജാറ്, ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമ്മളൊരു ഫ്രീക്വൻസി അറേ എങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 26 ലെറ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെന്ത് 26 ലെങ്ത്തിലുള്ള ഒരു അറേ ഉണ്ടാക്കും. അതായത് ഈ ഒരു അറേക്ക് 26 എണ്ണം ഉണ്ടാവും. അങ്ങനെ 26 എണ്ണം ഇതിലുണ്ടാവും. 0 ഇതിൽ ഇൻഡെക്സ് ആയിട്ട് ഏതാണ് എഴുതുന്നത്, ഇൻഡെക്സ് 0 1 2 3 അങ്ങനെ 26 എണ്ണം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത് എ ആവും, സ്വാഭാവികമായിട്ട് ഇത് എ ആവും, ഇത് ബി ആവും, ഇത് സി ആവും, പിന്നെ ഇത് 3 ഡി ആവും, അങ്ങനെ തന്നെ പോവും. അപ്പോൾ ഇതിൽ ഒരു പോയിന്റിൽ ഇത് ജെ ആവും, അതേപോലെ തന്നെ ഈ എം ആവും. ഇപ്പം ജസ്റ്റ് ഓർഡറിലല്ല എഴുതിയിരിക്കണത്, ഇപ്പോൾ തന്നെ നമ്പർ ഇപ്പോൾ നോക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ നമുക്ക് കാണാപ്പാടം ജെൻ്റെയും എമ്മിൻ്റെയും ആറിൻ്റെയും നമ്പറൊന്നും അറിയില്ല, പക്ഷേ കറക്റ്റ് നമ്മൾ റൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൂ. അതായത് ABCDEFGH അങ്ങനെ കുറേ വന്നിട്ട് ലാസ്റ്റ് ജെയുടെ ഒരു നമ്പർ ഉണ്ടാവും ആ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ. എമ്മിൻ്റെ നമ്പർ ഉണ്ടാവും, ആറിൻ്റെ നമ്പർ ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞില്ല. വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ജെയുടെ അടുത്തേക്ക് വരും. അതായത് നമ്മൾ സൈമിൾട്ടേനിയസ്ലി അത് പോവുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ജെയുടെ അടുത്തേക്ക് വരും. ജെ ഇതിലുണ്ടോ നോക്കും. വേറൊരു സംഭവം മെയിനായിട്ട് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഇതൊക്കെ ഡിഫൈൻ ചെയ്തിട്ട് ഇത്രയും ഒരു സൈസിൽ 25 സൈസിലുള്ള അറേ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് എല്ലാം അത് 0 ആക്കി വിടും. എല്ലാം 0, ഇതൊക്കെ 0 ഒക്കെ 0 ആക്കി വിടും. എല്ലാം 0 ആക്കിയിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ജസ്റ്റ് ഒന്ന് വലുതാക്കാം എന്നൊക്കെ. ഓക്കെ, ഇതെല്ലാം 0 ആക്കി വിടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ ഈ ജെയിലേക്ക് ആദ്യം ജെ നോക്കും. ജെ എന്താണ്, ഇപ്പോൾ ആദ്യം ഈ ജെ നോക്കുക, എസിൻ്റെ ജെ നോക്കും. എസിൻ്റെ ജെ നോക്കിയിട്ട് ജെ എന്താക്കും, നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇത് എസ്സും ഇത് ടി എന്ന് വിചാരിച്ചോ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ ആദ്യം പറയാം. ആദ്യം എസ് JAM TJAR, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജെയുടെ വാല്യൂ ഒന്ന് കൂട്ടും, ജെയുടെ വാല്യൂ ഒന്നാക്കും. എന്നിട്ട് നമ്മൾ ടിയിലേക്ക് വരും. ടിയിൽ നോക്കുമ്പോൾ ജെ ഉണ്ട്. ഇത് ഇൻക്രിമെൻറ്ററും ഇത് ഡിക്രിമെൻറ്ററും ആയിട്ട് ചിന്തിക്കുക. അതായത് ഇതിൽ നമ്മളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ചെയ്യും, ഇതിൽ നമ്മൾ സാധനം കണ്ടു കഴിഞ്ഞാൽ ഡിക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഇതിലിപ്പോൾ നമ്മൾ ജെ കണ്ടു കഴിഞ്ഞാൽ ജെ ഡിക്രിമെൻറ്റ് ചെയ്യും, പിന്നെ ജെ വരികയാണെങ്കിൽ പിന്നെയും ജെ ഇൻക്രിമെൻറ്റ് ചെയ്യും, പിന്നെ ജെ വരികയാണെങ്കിൽ പിന്നെ ജെ ഇൻക്രിമെൻറ്റ് ചെയ്യും, അങ്ങനെ 3 ആവും. പക്ഷേ ഇതിൽ ജെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ജെ ആണെങ്കിൽ അതൊക്കെ ഡിക്രിമെൻറ്റ് ചെയ്യും. 0 ഇപ്പോൾ 3 ഉണ്ടായിരുന്നെങ്കിൽ 2 ആക്കും, 1 ആക്കും, 0 ആക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ജെ ആയിരുന്നു എന്ന് വിചാരിച്ചു. ഇവിടെ ജെ ജെ അപ്പോൾ അവർ എന്ത് ചെയ്യും, ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്ത് വിടും, ഇവിടെ ഡിക്രിമെൻറ്റ് ചെയ്ത് വിടും. അപ്പോൾ ഒന്നിനും ഒരു ആധിപത്യം ഉണ്ടാവില്ല. അനഗ്രാം ആണെങ്കിലും ഒന്നിനും ഒരു ആധിപത്യം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഇൻറ്റ്യൂഷൻ. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ജെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടിയിൽ ജെ വരുമ്പോൾ അത് ഡിക്രിമെൻറ്റ് ചെയ്യും, അതിവിടെ 0 ആക്കി വിടും. അത് കഴിഞ്ഞ് പിന്നെയും ഇവിടെ മാറി ഇവിടെ എത്തി എ വന്ന് എൻ്റെ ഇവിടെ എന്ത് ചെയ്യും, എ ഇവിടെ 1 ആക്കി വിടും. ഇവിടെ എ പിന്നെയും വരും, അപ്പോൾ അത് ഡിക്രിമെൻറ്റ് ചെയ്യും, അത് 0 ആക്കും. 0 ആട്ടാ, ഇത് 0 എന്ന് വിചാരിച്ചോ. ഇത് 0 ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ എമ്മിലേക്ക് വരും. എമ്മിലേക്ക് വരുമ്പോൾ എം ഇവിടെ 0 എന്നുള്ളത് 1 ആക്കും. എന്നിട്ട് ഇതിൽ 6 ആവും. ഈ 6 എന്നുള്ളത് ഇവിടെ 0 എന്നുള്ളത് 1 ആക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യും, ഇപ്പം നേരത്തെ പറഞ്ഞ ഇത് അനഗ്രാമല്ല. അപ്പോൾ എന്ത് ചെയ്ത് ഇതിലൊരു ആധിപത്യം വന്ന്, എമ്മിനും ആറിനും ഇവിടെ ഒരു ആധിപത്യം വന്ന്, അല്ലെങ്കിൽ എമ്മിന് 1 വന്ന് 6ന് 1 വന്ന്. അതായത് ആരും അവിടെ റെഡ്യൂസ് ചെയ്യുമോ
ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഇതിൽ കാണിക്കുന്നത്. അല്ല ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 6 -1 ആവട്ടാ. 6 -1 ആവും. കാരണം 6 വരികയാണെങ്കിലും ഡിക്രീസ് ചെയ്യുക. അപ്പോൾ 6 -1 ആയി. അപ്പോൾ ഈ 6 കൂട്ടാനും ആരും വന്നിട്ടില്ല, ഈ എം കുറക്കാനും ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതൊരു അനഗ്രാം അല്ല എന്ന് പറയാം. അപ്പോൾ അനഗ്രാം ആയിരുന്നെങ്കിൽ ഇത് മൊത്തം 0 ആയിരുന്നു. കാരണം ആരും ഒരു ആധിപത്യം ഉണ്ടാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ആരും ഒരു കുറവ് ഉണ്ടായിട്ടില്ല ആർക്കും. അതായത് ഇപ്പോൾ 6 വന്നപ്പോൾ 6 കുറച്ച്, പക്ഷെ 6 കൂട്ടാൻ മറ്റപ്പുറത്തെ ആളുണ്ടായിരുന്നില്ല. അത് സിമ്പിൾ ലോജിക്കാണ്, അതങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ലോജിക്ക്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് നോക്കിയാൽ മതി, ഈ ഒരു 25 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് 1 ആണോ അല്ലെങ്കിൽ 0 അല്ലാത്ത ഏതെങ്കിലും ഒന്ന് ഉണ്ടാകുന്ന നോക്കിയാൽ മതി. അപ്പോൾ -1 2 ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ 0 അല്ലാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് അനഗ്രാം അല്ലാന്ന്. ഈ മൊത്തം 0 ആണെങ്കിലാ നമുക്ക് ഉറപ്പിക്കാം എന്ത്, ഇത് അനഗ്രാം ആണെന്ന്. നമുക്കിതിന് ജസ്റ്റ് ഒരു കോഡ് നോക്കാം. ഇതിന് കോഡ് നോക്കുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യണ പോലെ ലെങ്ത് ഈക്വൽ ആണല്ലോ നോക്കും. ലെങ്ത് ഈക്വൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതല്ല, അനഗ്രാം അല്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മളൊരു ഇതുണ്ടാക്കും, എന്താ പറയുക, ഒരു ക്യാരക്ടർ അറേ ഉണ്ടാക്കും. 26 എന്ന് പറയുമ്പോൾ 25 എണ്ണം, 0 to 26 എണ്ണമാണ്. അപ്പോൾ 0 to 25 അങ്ങനെ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ഓരോ ലെറ്ററിനും ഫോർ i = 0 to length -1, 0 to length -1 എന്ന് പറയുമ്പോൾ ആ ഒരു നേരത്തെ പറഞ്ഞ 2 ലെങ്ത് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഏതൊരു ലെങ്ത് എടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ലെങ്ത്തിൻ്റെ ഇതുവരെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യും. ട്രാവേഴ്സ് ചെയ്തിട്ട് ഓരോ ഇതിങ്ങനെ S(i - a) എന്നെടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഈ ഒരു ക്യാരക്ടറുടെ ലെങ്ത്ത് കിട്ടുള്ളൂ. അതിവിടെ a മൈനസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ C ആണെങ്കിൽ C - a എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്കിവിടെ ഇപ്പോൾ 0 1 2 കിട്ടും. ഇവിടെ 2 ആയിട്ടുള്ള നമ്പർ കിട്ടും. കാരണം ഈ ഒരു ക്യാരക്ടർ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടുന്ന നമ്പറാണ് എന്ത്, 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്തായാലും a എന്തായാലും ചെറിയ നമ്പറാണ്, C എന്നാലും വലിയ നമ്പറാണ്. അപ്പോൾ C എനെക്കാട്ടി എത്ര വലുപ്പമാണ്, അതായത് മറ്റേ ആസ്കി വാല്യൂ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എത്ര വലുതാണെന്ന് നമ്മൾ നോക്കും. അപ്പോൾ ആ വാല്യൂ എത്ര വലുതാണെന്ന് നോക്കിയിട്ട് ആ വാല്യൂ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. നമുക്ക് കിട്ടുക 2 ആവും. അപ്പോൾ ആ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ക്യാരക്ടർ ഇവിടെ കൗണ്ടർ അറയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും ഇതെടുക്കും, ഈ ഒരു നമ്പർ എടുക്കും. ആ നമ്പർ ഡിനോട്ട് ചെയ്യണത് എന്താണ്, C എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെയാണ്. ഇത് ഡിനോട്ട് ചെയ്യണം. എന്നിട്ട് ഈ ഒരു കൗണ്ട് ഓഫ് C നമ്മൾ എന്താക്കും, കൗണ്ട് ഓഫ് C എന്ന് പറയുന്നത് ആ ഇപ്പോഴുള്ള അതിൻ്റെ വാല്യൂ ഇല്ലേ അത് +1 ആക്കും. ഇപ്പോഴുള്ള അതിൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആവും. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അത് +1 ആക്കും. അപ്പോൾ 1 ആയി. അങ്ങനെ ഇപ്പോൾ നേരത്തെ കെയർ എന്ന് വരികയാണെങ്കിൽ ഇതെന്ത് ചെയ്യും, സിയിലും എയിലും ആറിലും ഇയിലും ഉള്ള എല്ലാ അറേ ഇൻഡെക്സിലും എന്ത് ചെയ്യും, 1 ആക്കി വിടും. ഇതിപ്പോൾ ഈ ആണെങ്കിൽ ഇപ്പോൾ ഈ 2 ആയിട്ട് വരും. അതേപോലെ തന്നെ ഇപ്പുറത്തും അതേപോലെ റേസ് ആയിരുന്നെങ്കിൽ സെയിം സംഭവം തന്നെ ഇതിലെന്ത് ചെയ്യും, 1 ആക്കി വിട്ടതൊക്കെ മൈനസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്യാരക്ടർ അറേ അത് 0 to 25 നമുക്ക് ഉറപ്പാണ്. അത്രയും ഇൻഡെക്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 അല്ലാത്ത ഒരു ഇതുണ്ടോ, സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യും, ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യും, ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ കോഡ് നോക്കാം, എങ്ങനെ ഇതിൻ്റെ കോഡ് വരിക എന്നുള്ളത്. അതിന് ലെങ്ത്ത് രണ്ടും ഈക്വൽ ആണെന്ന് നോക്കുക. ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആനാഗ്രാമില്ലാന്ന് അപ്പം തന്നെ പറയാം. ഇഫ് ലെങ്ത് ഓഫ് എസ് നോട്ട് ഈക്വൽ ടു ലെങ്ത് ഓഫ് ടി റിട്ടേൺ ഫാൾസ്. ലെങ്ത് ഈക്വൽ അല്ലെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ഡിഫൈൻ ചെയ്യാം. കൗണ്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഉള്ള 26 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ട്രാവേഴ്സ് ചെയ്യാം. അതായത് എസ്സിലും ടീൻ്റെയും ഇതിൽ ട്രാവേഴ്സ് ചെയ്യാം. ഫോർ ഐ ഇൻ റേഞ്ച് order of minus order of a equal to എന്താണ്, ഈക്വൽ ടു 1, അതായത് പ്ലസ് ഈക്വൽ ടു 1. നമുക്ക് ഇതും പിന്നെ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. സെയിം തന്നെ ഇവിടെ പക്ഷേ
ടി അല്ല ഇവിടെ എസ് ഓഫ് ഐയും ടി ഓഫ് ഐ ആണ്. കാരണം നമുക്ക് ആ മൊത്തം അറയല്ല വേണ്ടത്, ആ അറയത്തെ ആ എലമെൻ്റാണ് വേണ്ടത്. എന്നിട്ട് ഫോർ വാൽ ഇൻ കൗണ്ട്, അതായത് ഈ കൗണ്ടിലത്തെ ഓരോ വാല്യൂ എടുക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക ഇഫ് വാൽ നോട്ട് ഈക്വൽ ടു 0, ഇഫ് വാൽ നോട്ട് ഈക്വൽ ടു 0, ഈ വാല്യൂ 0 അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് അതിലെന്തോ കുഴപ്പമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഇത് കൂടിയതാവും അല്ലെങ്കിൽ ഇത് കുറഞ്ഞതാവും. നമുക്കപ്പോൾ തന്നെ എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം, റിട്ടേൺ ഫാൾസ്. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം ചെക്കൊക്കെ നടത്തിയിട്ട് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ട്രൂ റിട്ടേൺ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ മൈനസ് ആണ്, കാരണം നമ്മൾ മറ്റോടത്ത് പ്ലസ് ചെയ്യും, ഇവിടെ മൈനസ് ചെയ്യും. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഡ്, അതായത് ഇപ്പോൾ പറഞ്ഞ 3 മെത്തേഡിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഏത് ലാംഗ്വേജിലാണെങ്കിലും കമൻറ്റ് ചെയ്യാം.